ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം അങ്ങനെ ജങ്കുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്തിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കേരളത്തേക്ക് എത്തി. ഇന്ത്യക്ക് എത്തിയായിരുന്നു ജങ്കുക്ക് പറയുന്നു ഇവിടെ അമ്മയുള്ളത് വാടാ ഇതാണ് വീട് എന്ന് പറയായിരുന്നു. ജങ്കുക്ക് വീട് നോക്കി വായ പ്ലക്കായിരുന്നു. എത്ര വലിയ വീടാ എന്ന് പറഞ്ഞു ജങ്കുക്ക് വായ വിളിക്കായിരുന്നു. അപ്പോൾ ജങ്കുക്ക് അമ്മ വരായിരുന്നു അവിടെ പോവാന്ന് പറഞ്ഞ് അവിടെ നോക്കും ഹീറോയിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഭാഗത്ത് വന്ന് ജങ്കുക്ക് വന്നിരുന്നു. ആ 2 ബേബീസ് ജങ്കുക്കിനും അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ വീട്ടിലകത്ത് വന്നിരുന്നു. അപ്പോൾ ജങ്കുക്ക് അകത്ത് വന്നായിരുന്നു. നമ്മളെ ഹീറോയിൻ തോട്ടത്തേക്ക് മാങ്ങ പറക്കാൻ പോയിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയായിരുന്നു ഇടാ നോക്കടാ നോക്കി പറക്കേ എന്ന് പറയുന്നു. ഹീറോയിൻ്റെ അനിയനും പറഞ്ഞ ചേച്ചി ഇങ്ങനെ പറഞ്ഞാവല എന്ന് ഹീറോയിൻ അനിയനും പറയായിരുന്നു. അനിയൻ പറഞ്ഞ 2 പേര് ട്വിൻസാണ്. ഹീറോയിൻ ഫസ്റ്റ് അനിയന്, പിന്നെ ഹീറോയ്ക്ക് ഒരു ചെറിയൊരു അനിയത്തിയുണ്ട്. അവർ പറഞ്ഞു അനിയൻ പറയായിരുന്നു ഈ കഥയിലാണ് അനിയൻ വരുന്നത്. അനിയൻ പറയായിരുന്നു ചേച്ചി ഇങ്ങനെ മാങ്ങ പറക്കാവല എന്ന് പറഞ്ഞ് 2 പേര് വഴക്കുണ്ടാക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ഒരാൾ ഓടി വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പൂജ എടി വീട്ടിലൊക്കെ നിൻ്റെ മാമ വന്നിട്ടുണ്ടോ. എന്താ മാമ വന്നു എന്ന് പറഞ്ഞ മാങ്ങ താഴെയിട്ട് ഹീറോയിൻ്റെ അനിയനോടെ താഴെ ഉണ്ടായിരുന്നു. പാവം ഹീറോയിൻ്റെ അനിയൻ്റെ തലയ്ക്ക് വീണു മാങ്ങ. എടി മാങ്ങ എൻ്റെ തലയിലിട്ട് അയ്യോ തല വേദനിക്കുന്നു എന്ന് ഹീറോയിൻ തുള്ളി മാമ വന്നു ഓടിപ്പോകാൻ തുടങ്ങി. അനിയൻ പറയുന്നത് എടി ഞാൻ വരുന്നു മാങ്ങയില്ല പറക്കി ഹീറോയിൻ്റെ അനിയൻ ഹീറോയിൽ കൂടെ ഓടിപ്പോയിരുന്നു. അങ്ങനെ വീട്ടിൽ നോക്കുമ്പോൾ ജങ്കുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ആരാ ഇത് വന്നത് നോക്കാം അമ്മേ എന്ന് പറഞ്ഞ ഹീറോ ഓടി വന്ന അമ്മ അത് എന്ന് പറഞ്ഞ ഹീറോ വന്നു. ഇതാരാ പ്രിയാണോ. അതെ പ്രിയാണോ എന്ന് പറയുന്നു. ജങ്കുക്ക് ഫോൺ വന്നായിരുന്നു. ജങ്കുക്ക് ഫോൺ സേവായിരുന്നു. 2 ബേബീസ് ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ മമ്മീൻ്റെ കൂടെ ഇരുന്ന് ക്യൂട്ട് രാശി കട ഹീറോയിനെ നോക്കിയായിരുന്നു ബേബീസ്. ഹീറോയുടെ അടുത്ത് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ അടുത്ത് പോയത് ബേബീസ് പിടിച്ചായിരുന്നു. അയ്യോ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോ കൊഞ്ചം തുടങ്ങിയത്. 2 ബേബീസ് ഹീറോയിൻ്റെ കഥ ഓട്ടാൻ തുടങ്ങിയ ഹീറോ എന്താ ബേബീസ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഹീറോയിനോട് മമ്മി എന്ന് പറയുന്നത്. ഹീറോയ്ക്ക് ഒന്നും വന്നില്ല. എന്താ അറിഞ്ഞത് മമ്മിയാ ഇത് ഹീറോ ഷാക്കായിരുന്നു. എന്താ മമ്മിയാ എന്ന് പറയും. ഹീറോയുടെ ഫ്രണ്ട് വായി അവിടെ തണ്ണി കുടിക്കാതെ എനിക്ക് തണ്ണി വേണമെന്ന് തണ്ണി കുടിക്കായിരുന്നു. വായിൽ തുപ്പിയായിരുന്നു ഹീറോയിൻ്റെ അനിയൻ്റെ മൂസിൽ. എന്തിടെ എന്നെ മൂസിലൊക്കെ തുപ്പിയത് എന്ന് പറയാം. ഒന്നുമില്ല ഇവിടെ നിന്ന് അമ്മ വിളിക്കും ബേബീസ്. ഹീറോയിൻ്റെ അമ്മയ്ക്കോ ഷോക്ക്. അമ്മ വിളിച്ച് ഹീറോയിൻ്റെ അമ്മ ഒന്നുമില്ല എന്ന് റിയാക്ഷൻ കാട്ടായിരുന്നു. ഇത് ജങ്കുക്ക് മമ്മിക്ക് കേട്ടായിരുന്നു. എന്താ മമ്മി വിളിക്കണമല്ലോ ഇതൊരു ആരെ കണ്ടി മമ്മി വിളിക്കണമല്ലോ ഈ കുട്ടി എന്താണെന്നും നടക്കുന്നിടാന്ന് പറഞ്ഞ് ജങ്കു മമ്മി ശ്രദ്ധിക്കായിരുന്നു. ഹീറോ പറയണം അമ്മേ എനിക്ക് കുറച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയോട് മുങ്ങ് നോക്കാം. ഹീറോയിനെ വിടുന്നില്ല കുട്ടികൾ ഇങ്ങനെ സാരി പിടിക്കുന്ന വിടുന്നില്ല ഹീറോയിൻ. അമ്മ ഈ കുട്ടീനെ നോക്കിക്കോ അമ്മ പ്ലീസ് ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറയാം. അങ്ങനെ അമ്മ ബേബി എടുത്താൽ ബേബിക്ക് കരയാൻ തുടങ്ങിയാണ്. ജങ്കുക്ക് എതിനാ കരയുന്ന പറയുന്നു. ഒന്നില്ലടാ കരിയാണ് നീ വെളിയിൽ പോയെന്ന്. ശരി ഞാൻ നോക്കിക്കാണാം. ഹീറോയി കുളിച്ചിട്ട് ഫ്രഷായിട്ട് നല്ല ക്യൂട്ടായിട്ട് പിങ്ക് സാരി എടുത്ത് താഴെ ഇറങ്ങി വരാൻ തുടങ്ങിയായിരുന്നു നമ്മൾ ഹീറോയി. ജങ്കുക്ക് എല്ലാ സ്ഥിതിക്ക് ജങ്കുക്ക് ഫോൺ സംസാരിച്ചിട്ട് വീണ്ടും ഫോൺ വന്നിട്ട് സംസാരിക്കുക. ജങ്കുക്ക് അമ്മയെ പിടിച്ച് വെച്ച് എടാ ഫോണും പിന്നെ സംസാരിക്കുക. ശരിടാ ജിമിൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ജിമ്മിനോട് പറയായിരുന്നു. ജിമ്മിന് പറയുന്നു എടാ ഞാനും കൂടെ വരാം ഞാനും വരാൻ പോവാം ഇന്ത്യക്ക് എവിടെയാണ് പ്ലേസ് പറയടാ എന്ന് ജങ്കുക്ക് മാപ്പ് ഡീറ്റെയിൽസ് അയച്ചായിരുന്നു. നീ പറയായിരുന്നു ഞാനും കൂടെ വരാൻ എല്ലാവരും വരാൻ ഭർത്തായിരുന്നു. ജങ്കുക്ക് ഇവിടെയായിട്ട് അവിടെ ഒരു മുത്തശ്ശനാണ്. ഹീറോയിൻ്റെ മുത്തശ്ശനോട് പറയായിരുന്നു. മുത്തശ്ശൻ പറയായിരുന്നു എടാ പാരക്കുട്ടിയെ ശരിടാ റൂമെല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞ് അവിടെ ബാലു റെഡിയാക്കപ്പാ എന്ന് പറയുന്നത്. ബാലു ശരി സാർ എന്ന് പറഞ്ഞ് എല്ലാ റൂം റെഡിയാക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്കിൻ്റെ അടുത്താണ് ഹീറോയിൻ്റെ റൂമിൻ്റെ അടുത്താണ് ജങ്കുക്കിൻ്റെ റൂം. ഹീറോയ്ക്ക് മാമനൊക്കെ റിച്ചായിരുന്നു. ഹീറോ ഇപ്പം മാമ ജ്യൂസ് വേണം മാമ എന്ന് പറയണം. ജങ്കുക്ക് കോൾഡായിട്ട് എന്താ ജങ്കുക്ക് കേൾക്കായിരുന്നു. ഇല്ല മാമ ജങ്കുക്ക് മാമ എന്തിനാ ഇത് കേൾക്കുന്നത്. ജങ്കുക്ക് റേഷൻ കേട്ടാ ജങ്കുക്ക് മമ്മി വിളിക്കാം മമ്മി എന്ത് മാമ എന്ന് കേൾക്കായിരുന്നു ജങ്കുക്ക്. ഇല്ലടാ മുറപ്പെണ്ണായ മാമ വിളിക്കും. മുറപ്പായ എന്താ മമ്മി പറയാ മാമ എന്ന് വിളിക്കുക അവള്. കുണ്ടൻ കൊയ്യാ ജങ്കുക്കിനെ മറട്ടായിരുന്നു. സോറി മച്ചാ സോറി അവളൊരു കോമഡി പറയായിരുന്നു. ഇവരെന്ത് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ജങ്കുക്ക് മറട്ടായി. ജങ്കുക്ക് മമ്മൂ സ്കൂളിലായിട്ട് പറയുമ്പോൾ മമ്മിയും ഹീറോയിനും മമ്മി പറയണം എന്തിന് വിഷമിക്കണം എന്നാൽ ഹീറോയിന് സമാധാനക്കാരണം. ജങ്കുക്ക് അവൾ മാമ വിളിച്ചത് എനിക്ക് എന്ത് പ്രശ്നം എനിക്ക് പിടിക്കാറ് അതാ ജങ്കുക്ക് മുറക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ ജ്യൂസ് ആദ്യം എന്തെങ്കിലും കൊടുക്കായിരുന്നു. ജങ്കുക്ക് റിയാക്ഷൻ ഒന്നും കാണിച്ചില്ലായിരുന്നു. കുറച്ച് ഡേയ്സ് വന്നിട്ടില്ലായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് കളർ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് വേഷാടാൻ തുടങ്ങി. മാമയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോയിന് മേടിച്ച് കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു. ജങ്കുക്ക് കോൾ വന്നായിരുന്നു. മോം എനിക്ക് കൊറിയക്ക് പോകണം. എനിക്ക് കുറച്ച് ഷൂട്ടിങ് അതെല്ലാം ഉണ്ട്.
എന്ന് ജങ്കുക്ക് ടെൻഷനായിട്ട് പറയാൻ തുടങ്ങിയാണ്. ശരിയിട്ട് ജങ്കുക്ക്, നീ പോയിക്കോ ജങ്കുക്ക് എന്ന് പറയണം. മമ്മി നിങ്ങൾ ഇല്ലടാ, ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് വരാം, എനിക്ക് കുറച്ച് അവിടെ ബോറിങ്, ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് വരാം, നീ കണ്ട വാ എന്ന് പറയാമോ. ജങ്കുക്ക് കുറച്ച് ലേറ്റായിരുന്നു. ജങ്കുക്ക് ബേബിയെ പറയായിരുന്നു, ബേബിനെ ഞങ്ങൾ നോക്കിക്കളാം. ജങ്കുക്കിൻ്റെ മമ്മി പറയായിരുന്നു ശരിയുടെ മമ്മി എന്ന്. ജങ്കുക്ക് ലേറ്റായിരുന്നു. ജങ്കുക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയൊക്കെ പോയിരുന്നു. കുറച്ച് ഡേയ്സ് വന്നിട്ട് ജങ്കുക്ക് മമ്മി പറയായിരുന്നു ജമ്മു ലീവ് കിട്ടിയോ, ലീവ് കിട്ടി മോം, ഞാൻ വരാൻ പോവാം. ജമ്മു ഫ്രണ്ട്സ് പറയുന്നു ടാ ഞാനും വരാമായിരുന്നു. എല്ലാവരും വരാൻ തുടങ്ങിയായിരുന്നു ഇന്ത്യക്ക്. അങ്ങനെയായിട്ട് ഇന്ത്യക്ക് വന്ന് എത്തിയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചാൽ ജങ്കുക്ക് ഫ്രണ്ട്സിൽ പറയായിരുന്നു വാവ് എത്ര ഭംഗിയുള്ള സ്ഥലമാണോ എന്താ എന്ന് പറയുന്നു. ജങ്കുക്ക് ഫ്രണ്ട്സ് അല്ല അവർ വന്ന് എത്തിയായിരുന്നു. അങ്ങനെയായിട്ട് ആ പ്ലേസിലെല്ലാം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ജങ്കുക്ക് വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ പ്ലേസിൽ ബേബീസെല്ലാം ബാറ്റി എന്നെ ഓടി വന്ന് അങ്ങനെ ഹക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ജങ്കുക്ക് വീട്ടിലെല്ലാം താമസിക്കാൻ തുടങ്ങിയായിരുന്നു. ഹോൾ ഇതായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് വരികയായിരുന്നു. അവരുടെ ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഫുഡ് കഴിക്കായിരുന്നു. നമ്മൾ ഹീറോ വന്നായിരുന്നു. ജിമ്മിന് വായ പൊളന്ന് ഹീറോയിനെ സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. നമ്മൾ ജിമ്മിൻ വാവ് വാറ്റ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ് ജിമ്മിന് സൈറ്റ് അടിക്കായിരുന്നു. ജിമ്മിന് സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് പറയായിരുന്നു എന്താ ചെയ്യുന്നത് എന്ന്. ജങ്കുക്ക് കേൾക്കായിരുന്നു കോൾഡായിട്ട്. ഇല്ല മച്ചാ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ജങ്കുക്കിനോട് ജിമ്മിൻ പറയുന്നു. ജിമ്മിൻ നോക്കി മുറക്കായിരുന്നു. എടാ മച്ചാ ഇവൾക്ക് കല്യാണം കഴിഞ്ഞോടാ എന്ന് ജിമ്മിൻ്റെ ജങ്കുക്കോട് ജിമ്മിൻ കേൾക്കായിരുന്നു. ഇല്ല എന്താ എന്ന് ജിമ്മിൻ്റെ കേൾക്കായിരുന്നു. ജങ്കുക്ക് കോൾഡായിട്ട്. ഇല്ല മച്ചാ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ കറക്റ്റ് ചെയ്യട്ടാ എന്ന് ജങ്കുക്കിനോട് ജിമ്മിന് പറയായിരുന്നു. ജിമ്മിന് പറയുന്നത് കേട്ട് ജങ്കുക്ക് ടെൻഷനായിരുന്നു. എന്താ കറക്റ്റ് ചെയ്യുന്നതാ എന്ന് പറഞ്ഞ് ജങ്കുക്കും ഉറക്കായിരുന്നു ജിമ്മിന്. ഇല്ല മച്ചാ നിനക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ തന്നെ അവൾ കറക്റ്റ് ചെയ്യാം എന്ന് ജിമ്മിന് ഹായ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചതായിട്ട് പിന്നെ ജിമ്മിൻ ഹായ് എൻ്റെ പേര് പാക് ജിം, എനിക്കറിയൂ എന്ന് ജിമ്മിനോട് പറയായിരുന്നു. അങ്ങനെ ജിമ്മിൻ ഹീറോയ്ക്ക് കൂടെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് മാറി സംസാരിക്കായിരുന്നു. പിന്നെ ജിമ്മിൻ കൂടെ ഹീറോയി സംസാരിക്കാൻ ജങ്കുക്കെല്ലാം നോക്കിയോണ്ടായിരുന്നു, കണ്ടുക്കാതെ ഇരുന്നായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി.